ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ബേസിക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണും. നമുക്ക് പോകെ പോകെ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ തുണിയാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി വേറെ എന്തോ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്നതല്ല, ഇതിൻ്റേത് എടുത്തിട്ട് കുറച്ചെന്തോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത്. അതർവൈസ് ഇത് ഒരു 1.25 മീറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്ലീവും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്ത് വേണം എടുക്കാൻ. സോ നമ്മൾ ഈ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു ഫാബ്രിക്കിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, കുറച്ച് കട്ടിയുള്ളത്, അത് വേണം നമ്മുടെ ബോഡിയുമായിട്ട് ഇങ്ങനെ മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ വേണം എപ്പോഴും നമ്മൾ എടുക്കാൻ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയുന്നതായിരിക്കും മെറ്റീരിയൽ വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയലിൻ്റെ വലിയുന്നതാണ്. പക്ഷേ ചില മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വലിയും. അപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം വരാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി തുണി എടുക്കുന്നത്. നമ്മൾ എപ്പോഴും വെട്ടുമ്പോൾ ഫാബ്രിക് 4ആയിട്ടായിരിക്കും ഫോൾഡ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മളതിന് 2ആയിട്ട് ഇതുപോലെ മടക്കണം. ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. എഗെയിൻ നമ്മൾ അതിനെ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ടായിരിക്കും വെട്ടുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ നെക്കൊക്കെ വരുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പം തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യല്ല. കാരണം ഇവിടെ തുണി ഇങ്ങനെ കട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇവിടാണ് ഇതുപോലെ ഓൺ ഫോൾഡ്. ഇതിന് നമ്മൾ ഓൺ ഫോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇട്ടിട്ട് വേണം നെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ നെക്ക്, ഇവിടെ സ്ലീവ്. തിരിഞ്ഞു പോവാൻ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ഫാബ്രിക്കോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെയൊക്കെ എടുത്താൽ മതി. അല്ലാതെ ഡയറക്റ്റ് നല്ല ഫാബ്രിക്കിലോട്ട് ഇട്ട് വെട്ടേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് നമ്മൾ മടക്കണം. ആസ് യൂഷ്വൽ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വിഡ്ത്ത് എപ്പോഴും നമ്മുടെ ബോഡിയുടെ വിഡ്ത്തിന് അനുസരിച്ച് വേണം വരാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചെസ്റ്റ് ഇപ്പം 40 ഒക്കെ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 10 അല്ലേ വരുന്നത്. അപ്പോൾ ഇതിന് 10 ഇഞ്ച് പ്ലസ് നമ്മുടെ സീം അലവൻസ് കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 35 ആണെങ്കിൽ 35 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഇവിടെ മെഷർ ചെയ്ത് നോക്കണം എത്ര ആണെന്നുള്ളത്. അത് പ്ലസ് ഒരു 1.5-2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടോ, കാരണം ബിഗിനേഴ്സൊക്കെ അല്ലേ. സോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാലും പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് ഓക്കെ ആയി വന്നോളും. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ വിഡ്ത്ത് ഇപ്പോൾ എനിക്ക് 15 വരുന്നത്. അപ്പം ഞാൻ 15 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, ഷോൾഡർ വിഡ്ത്ത് ഇപ്പം ഞാൻ 15 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് ഇവിടുത്തെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ 7.5 വരും. പ്ലസ് ഞാനൊരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ സീം അലവൻസിന് ഇടാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പം 14 ആണെങ്കിൽ 14 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടെ. ഇവിടെ 1 ഇഞ്ചിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെ 1/2 ഇഞ്ചൊക്കെ തന്നെ ധാരാളം മതി. 1/4 ഇഞ്ചാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾ 1/2 ഇഞ്ച് ഇട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ വിഡ്ത്ത്, അത് എനിക്ക് യൂഷ്വലി ഞാൻ 3.5 ഇടുന്നത്. 3 ആകാം, 3.5 ആകാം, പിന്നെ 4 ആകാം. കാരണം വൈഡ് സ്ലീവ് ഒക്കെ വൈഡ് നെക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 4 ഒക്കെ ആകും. സോ യൂഷ്വലി ഒരു ബേസ് എന്ന് പറയുന്നത് 3.5 ഇട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കുഞ്ഞു കഴുത്തൊക്കെ ഉള്ളൊരു വണ്ണക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ 3 ഇട്ടോ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീതി കൂട്ടി 3.5 ആക്കാമല്ലോ. ഒത്തിരി വെട്ടിപ്പോയാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ 3 ആദ്യം ഇടുക. പിന്നെ വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടെ പിന്നെ കട്ട് ചെയ്ത് കൊടുത്താലും മതി. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് 3.5 ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കറക്റ്റ് 3.5 എടുക്കുവാണേ. അതായത് ഇത് നമ്മുടെ തല കയറുന്ന നെക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് എന്തുവാ ഏതാന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഇതുവഴി വേണം നമ്മുടെ തല കയറി വരാൻ. സോ അതനുസരിച്ച് ഇവിടെ വീതി കൊടുക്കണം. പിന്നെ എനിക്ക് വേണ്ടത് വീനെക്കാണ്. അപ്പം
എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 8-9 ഒക്കെ വേണ്ടി വരും വി എടുക്കുമ്പം, വീനെക്കാണെങ്കിൽ. നിങ്ങൾക്ക് ചിലപ്പം അത്രയും വേണ്ടി വരത്തില്ല. സോ അതുകൊണ്ട് വീനെക്കാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. കാരണം ഒത്തിരി കയറിപ്പോകാനും പറ്റത്തില്ല, ഒത്തിരി ഇറങ്ങാനും പറ്റാത്ത കുറച്ച് ട്രിക്കിയാണ് വീനെക്ക് വരുമ്പം. സോ ഞാനിവിടെ ഒരു 8 എടുക്കുവാണേ. എനിക്ക് 8 അത്ര ഡീപ്പല്ല, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ 8 എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ ഞാനിവിടെ 8 കൊടുത്തിട്ടുണ്ട്. 8-8.5 എല്ലാം ഓക്കെയാണ്. സോ ഞാനിവിടെ 8.5 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് 7.5 പ്ലസ് അരയിഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. അത് നിങ്ങളിപ്പം നോക്കണ്ട. നമ്മളിവിടെ 7.5 കൊടുത്തെടുത്തുനിന്ന്, അപ്പോൾ ഈ 7.5യുടെ മാർക്കിംഗ് ഉണ്ടല്ലോ, അതായത് ഷോൾഡർ മാർക്കിങ്ങിൻ്റെ അവിടെ ഒന്ന് നമ്മുടെ ആം ഹോളിൻ്റെ വണ്ണം എത്ര ആണോ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഈ ആം ഹോൾ പല രീതിയിൽ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നവരുണ്ട്. ചിലർ ടേപ്പ് മടക്കിയിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല കാൽക്കുലേഷനിൽ ചെയ്യുന്നവരുണ്ട്. ഇത് നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട, ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞു തരുവാണേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആം ഹോൾ എത്ര ആണോ, ഇപ്പോൾ 16 ആണെങ്കിൽ 16 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 8 ആയിരിക്കും വരുന്നത്. ഇപ്പോൾ 14 ആണെങ്കിൽ 14 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 15 ആയതുകൊണ്ട് ഞാനിവിടെ 7.5 മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ചുമ്മാ ഒരു ലൈൻ വരച്ചേക്കുന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് മുകളിലോട്ട് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട്, ഇതൊക്കെ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് മാറും കേട്ടോ, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. 2 ഇഞ്ച് ഇട്ടിട്ട് കർവ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റേത് ആദ്യം ചെസ്റ്റിൻ്റെ ലെങ്ത്ത് എത്ര ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതായത് ബെസ്റ്റ് പോയിൻ്റ് ഒക്കെ വരുന്നത് എനിക്ക് ഏകദേശം 10 സോ ഞാൻ 10ൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി എനിക്ക് 38 എന്തോ ആണ്. സോ ഞാൻ 40 അങ്ങ് ഇടുവാണേ. കാരണം ഇത് കുറച്ച് അത്ര ബ്ലൗസ് ഒന്നും അല്ലല്ലോ, അത്ര പിടിച്ച് കിടക്കേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് അഡീഷണൽ ഇടുന്നുണ്ട്. പ്ലസ് സീം അലവൻസ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നിൽക്കേണ്ടത്. ഇപ്പോൾ പെപ്ലം ടോപ്സോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ടോപ്പല്ലേ ആ ഒരു മോഡലിൽ അങ്ങ് കിടന്നോളും. പക്ഷേ ബ്ലൗസൊക്കെ ആണെങ്കിൽ ചെറിയൊരു 1/2 ഇഞ്ച് പോലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും. സോ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അളന്ന് മെഷർ ചെയ്ത് ഒരു കുറച്ച് പോലും എക്സ്ട്രാ കിടക്കാതെ വേണം ചെയ്യാനും. സോ ഇവിടെ ഞാൻ യൂഷ്വലി എപ്പോഴും 10 ആണ് എടുക്കുന്നത്. ഞാൻ 40 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 10 പ്ലസ് ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് സീം അലവൻസ്. അതായത് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ കറക്റ്റ് 10 വെച്ച് എടുക്കുകയെന്ന് വെച്ചു. ഇപ്പോൾ 40 ചെസ്റ്റ് ഉള്ളവർ കറക്റ്റ് 10 എടുക്കുകയെന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറേ തുണി അങ്ങ് പോകത്തില്ലേ. അപ്പോൾ ഇത് ടൈറ്റായിപ്പോൾ നമുക്ക് ഡ്രസ്സ് കയറത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ എല്ലായിടത്തും ഇടുന്നത്. സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ എല്ലായിടത്തും ഇടുന്നത്. അത് ബിഗിനേഴ്സ് ആയതുകൊണ്ട് പറഞ്ഞാണ്. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത വേസ്റ്റിൻ്റെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് യൂഷ്വലി നമ്മുടെ വേസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 15 ഇഞ്ചൊക്കെ ആയിരിക്കും, 15, 16 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വേസ്റ്റ് മാർക്ക് ചെയ്യും, മീൻസ് വേസ്റ്റിൻ്റെ വണ്ണം എടുത്തിട്ട് എവിടാണോ അത് വരുന്നത് അവിടെ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഏകദേശം എനിക്ക് കുറച്ച് ലൂസ് ടോപ്പാണ് വേണ്ടത്. അപ്പം ഞാനൊരു 9 ഒക്കെ കൊടുക്കുവാണേ. പിന്നെ ഈ ഫുൾ ലെങ്ത്ത് ഞാനിങ്ങനെ എടുക്കുക. ഇത്രയേ ഉള്ളൂ ടോപ്പിന് ലെങ്ത്ത്. സോ അത് ഫുള്ള് ഇട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനി കുറച്ചാൽ എനിക്ക് ഒത്തിരി ലെങ്ത്ത് കുറഞ്ഞു പോകും. സോ അതുകൊണ്ട് ഇത് എത്ര ആണോ വരുന്നത് അത് ഞാനിങ്ങനെ എടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾക്ക് ടോപ്പിന് എത്ര ലെങ്ത്ത് ആണോ വേണ്ടത് അത് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, എനിക്കിപ്പം ഇത് 26.5 ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും തന്നെ വേണം, എങ്ങനെ നോക്കിയാലും വേണം. പിന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇവിടെ ഇപ്പം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് എക്സ്ട്രാ ഇട്ടിട്ടില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂഷ്വലി കോമ്പൻസേറ്റ് ചെയ്യുവാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എടുക്കുമ്പോഴും വേണമെങ്കിലല്ല ഒരു 1/2 ഇഞ്ച് ഇവിടെ മുകളിലോട്ട് ഇട്ടേക്കണേ.
ഞാനത് പറയാൻ വിട്ടുപോയത്. 1/2 ഇഞ്ച് അല്ല 1/4 ഇഞ്ച് മുകളിലോട്ട് വിട്ടേക്കണം കേട്ടോ ഇവിടെ. എന്നിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ സ്കെയിലോ ഇതിന് നമ്മൾ ഫ്രഞ്ച് കാർവാണ് ഹിപ്പ് കാർവാണ് ഉപയോഗിക്കുന്നത്. അത് എല്ലാവരുടെയും കൈ കാണാൻ വഴിയില്ല. സോ അതുകൊണ്ട് നമുക്കിത് ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ ഇത്ര നമ്മൾ മെഷർമെൻറ്റ് വരച്ചു. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് നെക്കാണ് നമ്മൾ വരച്ചത്. ഓക്കെ, ഇതിൻ്റെ അടിയിലത്തെ തുണി എന്ന് പറഞ്ഞാൽ ബാക്ക് നെക്കിൻ്റെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ തുണി മീൻസ് ഫ്രണ്ടിൻ്റെ തുണി മാറ്റിയിട്ട് വേണം ബാക്ക് മാർക്ക് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എന്തായാലും കട്ട് ചെയ്യുവാണേ. സോ ഇവിടെ ഞാൻ ശരിക്കും മോഡൽ എന്താണെന്ന് കൺഫേം ചെയ്തില്ല. അതാണ് ഞാൻ ജസ്റ്റ് റഫായിട്ട് വിട്ടത്. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തപ്പോൾ നിങ്ങളെയും കൂടെ എന്നാൽ പഠിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മോഡലൊക്കെ മാറ്റിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇങ്ങനെ വിട്ടേക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്ക് കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഫ്രണ്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ബാക്ക് ഇറക്കുമ്പോൾ യൂഷ്വലി നമ്മൾ 1 ഇഞ്ചൊക്കെ ഇറക്കിയാൽ മതി. 1 ഇഞ്ചൊക്കെ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ശരിക്കുള്ള തുണി അടിയിലത്തെ തുണിയാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരും ബാക്ക് നെക്കിൻ്റെ വരുമ്പം. ഒന്നിച്ചിട്ട് നിങ്ങൾ വെട്ടല്ലോ. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും വെട്ടുമ്പോൾ ഇതിങ്ങനെ അങ്ങ് വെട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ബാക്കും കൂടെ ചേർത്ത് വെട്ടിയല്ലോ എന്ന് ഓർക്കുന്നത്. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇപ്പം നമുക്കിനി ഇത് വെട്ടാം. സോ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതൊന്നിച്ച് ബാക്കിൻ്റേതങ്ങ് വെട്ടും, പിന്നെ ഫ്രണ്ട് സെപ്പറേറ്റ് വെട്ടും. അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഫോൾഡ് ഉള്ളതുകൊണ്ട് ഇതുകൂടെ വെട്ടിക്കൊടുക്കണം. ഇനി ആ ബാക്കിൻ്റേത് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്ക് വെട്ടിക്കൊടുക്കാൻ. ഇത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ വെട്ടിക്കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ സ്റ്റിഫ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരം സ്റ്റിഫ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വെട്ടിക്കൊടുക്കുന്നത്. സോ അന്നേരം നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിപ്പം വെട്ടിയാൽ കുറച്ചിങ്ങനെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്ക് പിന്നെ വെട്ടുന്നുള്ളൂ, ഫ്രണ്ട് നെക്ക്. ബാക്കിൻ്റേത് വെട്ടി ഫ്രണ്ടിനെ സ്റ്റിഫ് വെക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും വെട്ടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. രണ്ടും ഞാൻ ഒന്നിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ നമുക്കിനിയും സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.